അയ്യോ അയ്യോ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ ഇത് ചെയ്താൽ ശരിയാവും തോന്നണില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി ഹാക്ക് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഹാക്ക് വീഡിയോ എന്ന് പറയുന്നത് നമ്മള് പല പല ഹാക്സ് ടെസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മള് ഇപ്പൊ ഹാക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു 4 വർഷത്തിന്റെ അടുത്താവാറായിട്ടുണ്ടാവും. കുറെ നാള് കാണാണ്ടായപ്പോ ഞാൻ കരുതി ശല്യം തീർന്നു. ഇങ്ങോട്ടാ കെട്ടുകിട്ടിയതെന്ന് അറിഞ്ഞില്ല. ഇതാണ് എന്റെ അവസാന കൈ. 4 വർഷത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെ പണ്ട് ഒരു 5-6 വർഷം മുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നുള്ളത് നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ പറയാം. അപ്പൊ എന്തായാലും ആദ്യം നമ്മൾ സംസാരിച്ച് ബോറടിപ്പിക്കണില്ല. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഹാക്കിന്റെ പേരാണ് ഫ്ലോട്ടിംഗ് പെൻ ഹാക്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് പെൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്കറിയാം നിങ്ങൾ പലരും ഞാൻ ഫ്ലോട്ടിംഗ് പെൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്തോ ഒഴുകി നടക്കുന്ന ഒരു പെന്നാണ്. Guys, this is not an ഒഴുകി നടക്കൽ പെൻ. This is just pen. സ്കെച്ച് പെൻ പോലെയാണ്. പലരും ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുന്ന അറിയാം. ആ തെറ്റിദ്ധരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫ്ലോട്ടിംഗ് പെൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്പെഷ്യൽ സാധനമാണ്. നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു സ്പൂണാണ്. ഒരു സ്പൂൺ പറഞ്ഞാൽ സ്റ്റീലിൻ്റെ സ്പൂൺ എടുക്കാം, ചില്ലിൻ്റെ സ്പൂൺ എടുക്കാം, സെറാമിക്കിൻ്റെ സ്പൂൺ എടുക്കാം, ഏത് സ്പൂൺ എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സ്റ്റീലിൻ്റെ സ്പൂൺ മാത്രമാണ്. പ്ലാസ്റ്റിക് പറ്റില്ല. പക്ഷെ പ്ലാസ്റ്റിക് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പ്ലാസ്റ്റിക് പറ്റില്ല, സ്റ്റീലാണ് പറ്റുക. പിന്നെ വേണ്ടത് നമുക്ക് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ വെള്ളമാണ്. വെള്ളം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ്. നോട്ട് എക്സ്പെരിമെൻറ്റ്, ഇറ്റ്സ് എ ഹാക്ക്. അപ്പോൾ നമ്മൾ അടുത്തത് ഒരു തുണിയാണ് വേണ്ടത്. കാരണം ഇത് ഓരോ വട്ടം ചെയ്ത് കഴിഞ്ഞാൽ തുടച്ചതിന് ശേഷം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം എൻ്റെ കലാവിരുദ്ധ അനുസരിച്ചിട്ട് ഞാൻ ആദ്യം ഒരു പടം വരയ്ക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് എല്ലാവരും കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പടം വരയ്ക്കുന്നത് കാണുമോ? കാണില്ലേ? ചതിക്കല്ലേ? ഒന്ന് നോക്കി നോക്കിയേ. ആകെ എനിക്ക് 1-2 പടം വരയ്ക്കാറിയുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. പിന്നെ ഇത് വരച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ക്ലോസ് ചെയ്ത് വയ്ക്കണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ജസ്റ്റ് ഫ്ലോട്ടിംഗ് പെൻ മാത്രമായി മാറും. എൻ്റെ കലാവിരുദ്ധ അനുസരിച്ച് ഞാൻ നൈസായിട്ട് പടം വരച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾ പറയണം, എന്താണ് കമൻറ്റ് ചെയ്യണം. അതൊക്കെ ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പടം. അപ്പം നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ വെള്ളത്തിൽ നോക്കി ഇങ്ങനെ മെല്ലെ മെല്ലെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാണോ? നൈസ്. ഇതിപ്പോ ഇങ്ങനെ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടാ? കിട്ടുന്നുണ്ടാ? എടുത്ത് കാണിക്കാം. ഓക്കേ. അയ്യോ നിങ്ങൾക്കിത് കാണുമോ? ഇങ്ങനെ ആക്കടി, ഇങ്ങനെ. അങ്ങനെ വേണ്ട, ക്യാമറയും വെള്ളത്തിലേക്ക് ചാടണമെന്നില്ല. പക്ഷെ കിട്ടണില്ലേ? വാവ്, എങ്ങനെയുണ്ട്? ഇത് എന്താ സാധനം കമന്റിൽ പറയണ. അയ്യോ കൊതുവല്ല. അയ്യോ എന്താ ഉണ്ടായി നോക്കിയേ. ഇപ്പൊ നൈസായില്ല. അയ്യോ പക്ഷെ ഇതല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഒരെണ്ണം കൂടി ഞാൻ വരച്ചുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ശശിയായതൊരു സംശയം. ആക്ച്വലി അതല്ല ഉണ്ടായത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സെയിം പടം തന്നെ ഒന്നും കൂടി വലുതാക്കിയിട്ട് വരയ്ക്കാം. കാരണം വേറൊരു പടം വരയ്ക്കാൻ എനിക്ക് അത്രയ്ക്കും അറിയില്ല. അപ്പം ഞാൻ ഇത് തന്നെ ഒന്നും കൂടി നൈസായിട്ട് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അടിപൊളി പടങ്ങൾ വരയ്ക്കാൻ നമ്മൾ വേറെ ആളെ ഇറക്കിയിട്ടുണ്ട്. ആൾ വരച്ചു തരും. ഇപ്പം തൽക്കാലം അയ്യോ വിചാരിച്ച കളർ മാറ്റും. സാരല്ല, ഇറ്റ്സ് ഓക്കെ. കണ്ടോ, കാണിച്ച നമ്മളിങ്ങനെ കാണിക്കുക. ഇങ്ങനെ കാണിക്കാൻ വേണ്ട, ഇങ്ങനെ വിട്ട് അയ്യോ പോണില്ലല്ലോ, വിട്ട് പോണോ. ഇതാണ് പണി അറിയാത്തൊരു പണി ചെയ്താൽ ഇങ്ങനെ ഇരിക്കുന്നു പറയുന്നത്. അയ്യോ മൈ ഗോഡ്. സാരില്ല ഒരെണ്ണം കൂടി ട്രൈ ചെയ്യാം. മൈ ഗോഡ്, ഒരെണ്ണം കൂടി. ഇതൊക്കെ വേറെ സിമ്പിൾ നിസ്സാരം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റു പോയത്. അടുത്തത് കേട്ടോ. അടുത്ത് വീണ്ടും അതേ പടം തന്നെ ഞാൻ ഉള്ളിൽ വരയ്ക്കാം. എനിക്ക് തോന്നുന്നത് ഉള്ളിൽ വരച്ചാൽ ഒന്നും കൂടി സിമ്പിൾ ആയിരിക്കും. പുറത്ത് വരയ്ക്കണേക്കാളും ഉള്ളിൽ വരച്ച ഒന്നും കൂടി നൈസായിരിക്കും.
കണ്ടോട്ടോ. നിസ്സാരം നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം നിസ്സാരം. അതെ അതന്നെ, ഇത് നമ്മള് ആത്മാവ് പോവാന്ന് പറയില്ലേ. ചേട്ടാ അയ്യോ അതും സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അയ്യോ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ ഇത് ചെയ്താൽ ശരിയാവും തോന്നണില്ല. എങ്ങനെ ഇരിക്കണം? അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇതിന് വേണ്ടി ഒരു എക്സ്പേർട്ടിനെ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നില്ലേ, ആ എക്സ്പേർട്ടിന്റെ കയ്യിലേക്ക് നമ്മളിത് കൊടുക്കാൻ പോവാ. അയ്യോ സോറി ഗൈസ്, ഒരു എക്സ്പേർട്ടിനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് നമ്മൾ ഒരു എക്സ്പേർട്ടിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പേർട്ട് വന്നിനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ആ എക്സ്പേർട്ടിന്റെ മോർ ഞാനിപ്പോൾ കാണിക്കില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഫുൾ മേക്കപ്പിൽ ഒന്നല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ആളുടെ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് മാത്രമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ എക്സ്പേർട്ട് ഇവിടെ വരച്ച് തുടങ്ങി. കണ്ടോ ഗൈസ്, പടം വരയ്ക്കാൻ അറിയണവർ കൊടുത്തപ്പോഴാണ് അത് കറക്റ്റ് ആറ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. ക്ലിയർ ആണോ? നിങ്ങൾക്കിത് ക്ലിയർ ആണോ? നിങ്ങൾക്കിത് ക്ലിയർ ആണോ? അയ്യോ എക്സ്പേർട്ട് ആയിട്ടും കാര്യമൊന്നുമില്ല, പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. അടുത്ത പറഞ്ഞ ചെയ്ത എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ഫ്ലോട്ടിംഗ് പെൻ വെച്ച് വരച്ച സാധനങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ സൂപ്പർ ആയിട്ട് കേട്ടോ. അപ്പൊ വരയ്ക്കാൻ അറിയണവര് വരച്ച് കറക്റ്റ് ആവും. ഞാൻ വരച്ചപ്പോ ശരിയായില്ല, ഈ നമ്മുടെ പാറു വരച്ചപ്പോ ശരിയായി. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു പ്രശ്നം കൂടി ഉണ്ടായി ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഒരു എക്സ്പേർട്ടിനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇയാളെ വിളിക്കാന്ന് പറഞ്ഞ വഴിക്ക് അവിടെ ദീപിയും കൂടി എണീച്ച് വന്നു. അവള് വിചാരിച്ചത് അവളെയാന്നാ, പക്ഷെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് പാറുവിനെയായിരുന്നു. പക്ഷെ അതോടുകൂടി എന്തായി, ഇവിടുത്തെ സമാധാനം പോയി കിട്ടി. അവള് വെണിപ്പോയി ഗൈസ്. ഇനിയിപ്പോൾ അവളെ പറഞ്ഞ് ശരിയാക്കണം. അപ്പോൾ അടുത്ത വീഡിയോയില് എക്സ്പേർട്ടായിട്ട് ഞാൻ അവളെ ആയിരിക്കും വിളിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഇതാണ് നമ്മുടെ സാധാരണ വൈറ്റ് ബോർഡ് മാർക്കറാണ്. ഇത് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കാവില്ല കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ വെറുതെ വീട്ടിലെ മാർക്കർ എടുത്ത് വരച്ച് മാർക്കർ കേടാക്കണ്ട. ഇതിന് ഈ ഫ്ലോട്ടിംഗ് പെൻ തന്നെ വേണം. അപ്പം നിങ്ങൾ ഫ്ലോട്ടിംഗ് പെൻ മേടിക്കാൻ പറ്റുന്നവർ മേടിക്കണം, നിർബന്ധമൊന്നുമില്ല. ആരെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് തരാണെങ്കിൽ അത് വെച്ചിട്ട് വരച്ചാൽ മതി. ഇത് നമ്മളങ്ങനെ മേടിച്ചതല്ല, ഇത് നമുക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ അടിപൊളി. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് പെൻ മാത്രമേ വെച്ച് ചെയ്തുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ വീഡിയോസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഹാക്സ് ചെയ്യാറ്, പല പല ഹാക്സ് ആണ് ചെയ്യാറ്. അപ്പോൾ ഏത് ടൈപ്പ് ഹാക്സ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ പറയാം. പിന്നെ അതുപോലെ നമ്മളുടെ വീഡിയോസ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാത്ത ഒരുപാട് പുതിയ വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ പോയിട്ട് മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ എങ്ങനത്തെയൊക്കെ വീഡിയോസാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനത്തെ വീഡിയോസാണ് ഇനി വേണ്ടതെന്ന് നിങ്ങൾ പറയാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. 3, 2, 1. ഊതടി. അയ്യോ എല്ലാവരും കൂടെ